അപ്പോൾ രാഘവ് ചദ്ദയ്ക്ക് BJP ആണ് ആവശ്യം, BJPക്കല്ല രാഘവ് ചദ്ദയെ വേണ്ടത്. അത് വരും ദിവസങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. രാഘവ് ചദ്ദയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സെലക്ഷൻ നല്ലൊരു സെലക്ഷൻ തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ദ റൈറ്റ് മാൻ ഇൻ ദ റോങ് പാർട്ടി എന്നാണ്. ഇനിയിപ്പോൾ ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പാർട്ടി എന്ന് പറയാൻ സാധിക്കും. BJP ഒരു ലക്ഷ്യം വെച്ചാൽ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ്. പഞ്ചാബ് എന്ന് പറയുന്നത് BJPക്ക് ഒരു ബാലികേറ മലയാണ്. ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. പക്ഷേ പഞ്ചാബിൽ എന്തുകൊണ്ടോ BJPക്ക് കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു വേര് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ അധികാരത്തിലേക്ക് വരിക, പഞ്ചാബും BJPയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയാണ്. അതിപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയിലെ ആ ഒരു കലാപവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. അതിന് മുമ്പ് തന്നെ BJP 1-2 വർഷങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ സ്ട്രാറ്റജി തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബിൽ ഒറ്റയ്ക്കാണ് BJP മത്സരിച്ചത്. അകാലിദൾ ഇല്ലാതെ കർഷക സമരത്തിൻ്റെ സമയത്ത് BJPയുമായി തെറ്റിപ്പിരിഞ്ഞ അകാലിദൾ ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒറ്റയ്ക്ക് മത്സരിച്ച് ചതുഷ്കോണ പോരാട്ടം നടന്ന പഞ്ചാബിൽ BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19% വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു. ചതുഷ്കോണ മത്സരമായത് ആം ആദ്മി പാർട്ടി ഒരു ഭാഗത്ത്, കോൺഗ്രസ്, പിന്നെ അകാലിദൾ വേറിട്ടിട്ടായിരുന്നു മത്സരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ 19% വോട്ട് പിടിക്കാൻ BJPക്ക് പഞ്ചാബിൽ സാധിച്ചിരുന്നു. അതുമാത്രമല്ല 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ടാമത് വരാനും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം BJP പണി തുടങ്ങിക്കഴിഞ്ഞു. പഞ്ചാബും തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമം BJP തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും മാസങ്ങളാണ് ബാക്കിയുള്ളത്, 1 വർഷം പോലുമില്ല. ആം ആദ്മി പാർട്ടി വലിയൊരു പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഭൂരിഭാഗം വരുന്ന MLAമാരും, നിലവിലുള്ള ആം ആദ്മി പാർട്ടിയുടെ MLAമാർ പഞ്ചാബിൽ BJPയിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. രാഘവ് ചദ്ദയാണെങ്കിലും സന്ദീപ് പഥക് ആണെങ്കിലും വളരെ വലിയ സ്വാധീനമുള്ള ലീഡേഴ്സാണ്. പഞ്ചാബിലെ ആ ഒരു വിജയത്തിന് ചുക്കാൻ പിടിച്ച ലീഡേഴ്സാണ് രാഘവ് ചദ്ദയാണെങ്കിലും സന്ദീപ് പഥക് ആണെങ്കിലും. രാഘവ് ചദ്ദയെ സംബന്ധിച്ച് നിലവിൽ വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഒരുപക്ഷെ രാഘവ് ചദ്ദ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് പോകാനായിരുന്നു സാധ്യത. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് ആരും പോകില്ല, മുങ്ങുന്ന കപ്പലാണ്. നല്ലൊരു ലീഡർഷിപ്പ് പോലും ഇല്ലാത്ത ഉള്ള ലീഡേഴ്സ് തന്നെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഘവ് ചദ്ദയ്ക്ക് മുമ്പിൽ BJP എന്നുള്ളൊരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെ, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ ഓപ്പറേഷൻ ലോട്ടസ് അങ്ങനെയൊന്നും പറയേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം BJPയെ സംബന്ധിച്ച് BJP ഓൾറെഡി അവരുടെ ആ ഒരു മിഷൻ പഞ്ചാബ് തുടങ്ങിക്കഴിഞ്ഞു. അതിനെ ആഡ് ഓൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. സ്വാഭാവികമായിട്ടും രാഘവ് ചദ്ദയെ പോലുള്ള ലീഡേഴ്സൊക്കെ ആം ആദ്മി പാർട്ടിയോട് തെറ്റിപ്പിരിഞ്ഞ് അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അല്ലാതെ BJPക്ക് ഇപ്പോൾ രാഘവ് ചദ്ദ ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അവർ ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഒരു ചരിത്രം. പ്രത്യേകിച്ച് നിലവിൽ കുറച്ച് കാലമായിട്ട് BJPയുടെ ഒരു ഓപ്പറേഷണൽ ഫോം അങ്ങനെയാണ്. രാഘവ് ചദ്ദയാണെങ്കിലും സന്ദീപ് പഥക് ആണെങ്കിലും ഇപ്പോൾ ഹർഭജൻ സിംഗ് ആണെങ്കിലും ഇവരെല്ലാം നല്ല രീതിയിൽ പഞ്ചാബിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ലീഡേഴ്സാണ്. പിന്നെ അവരെ സംബന്ധിച്ചും അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ, അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് മുന്നോട്ട് വരണമെങ്കിൽ അതിന് പറ്റിയൊരു പാർട്ടി BJP തന്നെയാണ്. കാരണം കഴിവുണ്ടെങ്കിൽ മെറിറ്റോറിയസ് ആയിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. ഇപ്പം കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ശരിക്കും ഒരു ഓട്ടോക്രാറ്റിക് പാർട്ടിയായി മാറി. കെജ്രിവാളിൻ്റെ മുകളിൽ ആരെയും പ്രതിഷ്ഠിക്കാനോ അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്ന ആരെയും വളർത്താനോ ആം ആദ്മി പാർട്ടി നിലവിൽ തയ്യാറല്ല. അതൊരു ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു കെജ്രിവാൾ എന്നുള്ള രീതിയിലേക്ക് ആ പാർട്ടി മാറിയിരിക്കുന്നത്. എത്ര ലീഡേഴ്സാണ്, ക്ലസ്റ്റർ ഓഫ് ലീഡേഴ്സാണ് പാർട്ടി സ്ഥാപിച്ചതിന് ശേഷം. വെറും 14 വർഷങ്ങൾക്ക് മുമ്പ് 2012 സ്ഥാപിച്ചതിന് ശേഷം ഇത്രയും അധികം ലീഡേഴ്സ് പോയ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകില്ല. യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ, കുമാർ വിശ്വാസ്, കപിൽ മിശ്ര, അൽക്ക ലാംബ, വലിയൊരു ഷാസിയ ഇൽമി, വലിയൊരു ലിസ്റ്റ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് കെജ്രിവാളിൻ്റെ ആ ഒരു നയങ്ങളോട് യോജിക്കാതെ തന്നെയാണ് ഇവരെല്ലാം പുറത്തു പോയതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രാഘവ് ചദ്ദയാണെങ്കിലും അദ്ദേഹം പാർലമെൻറ്റിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യുന്നു, മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, യുവാക്കളെയും ചെറുപ്പക്കാരെയും ആകർഷകരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ രീതിയിലുള്ള ഒരു പ്രവർത്തനമായി അദ്ദേഹം കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ, കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ കെജ്രിവാളിനൊരു വലിയ ഒരു വെല്ലുവിളിയായി മാറുമെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അപ്പോൾ ഇതാണ്
ഇതാണ് ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ. അത് സ്വാഭാവികമായി തന്നെ ഒരു പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ BJPക്ക് മുമ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു തകർച്ച, അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം BJP പൊട്ടൻഷ്യലി ഒരു ത്രെട്ടായിട്ട് കാണുന്ന പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ് ആം ആദ്മി പാർട്ടി. കോൺഗ്രസ് BJPക്ക് ഒരു വെല്ലുവിളിയല്ല. പക്ഷേ ആം ആദ്മി പാർട്ടി BJPയുടെ ഒരു ബി ടീം എന്നുള്ള രീതിയിൽ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആ രീതിയിലാണ്, അല്പം സോഫ്റ്റ് ഹിന്ദുത്വയൊക്കെ വെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. അത് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും അവരൊരു ത്രെട്ടാവുന്നുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ പഞ്ചാബിലേക്ക് തിരികെ വരികയാണെങ്കിൽ പഞ്ചാബ് BJPക്ക് നിലവിൽ പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം അവിടെ ഒരു ചതുഷ്കോണ മത്സരമായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അപ്പോൾ അമിത്ഷായൊക്കെ പറയുന്നത് പഞ്ചാബിൽ ഇത്തവണ BJP ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളതാണ്. അകാലിദളിൻ്റെ ബി ടീമായിട്ട് ഇനി നിൽക്കാൻ പാർട്ടിക്ക് താല്പര്യമില്ല എന്നുള്ളത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അകാലിദളാണെങ്കിലും പഴയ ആ ഒരു പ്രഭാവമൊന്നും അവർക്കില്ല. സുഖ്ബീർ സിംഗ് ബാദൽ, അച്ഛൻ പ്രകാശ് സിംഗ് ബാദലിൻ്റെ ആ ഒരു ഓറയൊന്നുള്ള ലീഡറല്ല. പിന്നെയാണെങ്കിൽ കോൺഗ്രസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസ് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും എന്നും തമ്മിലടിയും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് പഞ്ചാബിൽ കോൺഗ്രസ്. ആം ആദ്മി പാർട്ടി ആണെങ്കിൽ ഏതാണ്ട് പതനത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ഭൂരിഭാഗം MLA-മാരും മിക്കവാറും അധികം വൈകാതെ തന്നെ BJPയിൽ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തന ശൈലിക്കെതിരെ വലിയൊരു വിഭാഗം MLA-മാർ ഓൾറെഡി രംഗത്തുണ്ട്. ഭഗവന്ത് മാൻ എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റീഷ്യനായിട്ട് ആർക്കും അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല. ഒരു കൊമേഡിയൻ, സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ, ഒരു മുഖം എന്നുള്ള രീതിയിൽ മാത്രമാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത്. രാഘവ് ചദ്ദയും പിന്നെ അതുകൂടാതെ സന്ദീപ് അതൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ അവിടെ ആം ആദ്മി പാർട്ടിക്ക് മുന്നോട്ട് പോവുക വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് സാഹചര്യം. വൈഡ് ഓപ്പൺ ആയിരിക്കുന്നു പഞ്ചാബിൽ കാര്യങ്ങൾ എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ പഞ്ചാബ് എന്ന് പറയുമ്പോൾ BJPക്ക് വളരാൻ അനുകൂലമായുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അവിടെയുണ്ട്. കാരണം പഞ്ചാബിലെ നഗരങ്ങൾ, പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ഹിന്ദു ഭൂരിപക്ഷമാണ്. സിഖ് ഭൂരിപക്ഷ സംസ്ഥാനമാണെങ്കിലും പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ലുധിയാനയാണെങ്കിലും ജലന്ധർ, അമൃത്സർ, പട്യാല, അതുകൂടാതെ ബട്ടിൻഡ, ഇതെല്ലാം ഹിന്ദു ഭൂരിപക്ഷ നഗരങ്ങളാണ്. ഇവിടെ BJPക്ക് പരമ്പരാഗതമായി അല്പം സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. മുമ്പ് BJPക്ക് പലയിടങ്ങളിൽ നിന്നൊക്കെ MP-മാരെയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അകാലിദളിനൊപ്പം മത്സരിച്ചിട്ടാണെങ്കിലും BJPക്ക് സ്വാധീനമായിട്ടുള്ള കുറേ മേഖലകൾ പഞ്ചാബിലെ ഈ നഗരപ്രദേശങ്ങളിലുണ്ട്. BJPക്ക് പഞ്ചാബിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി, പഞ്ചാബ് പിടിക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഒരു നല്ലൊരു സിഖ് ലീഡർ ഇല്ല എന്നതാണ്. കാരണം സിഖ് ഭൂരിപക്ഷ സംസ്ഥാനമാണ് പഞ്ചാബ്. നഗരപ്രദേശങ്ങൾക്ക് പുറത്ത്, പ്രത്യേകിച്ച് മാൾവ റീജിയൻ, കാർഷിക മേഖലയായുള്ള നോർത്ത് ഈസ്റ്റ് പഞ്ചാബ്, അവിടെയൊക്കെ നല്ലൊരു സ്വാധീനമുള്ള ഒരു സിഖ് ലീഡർ ഇല്ല എന്നതൊരു പാർട്ടിക്ക് ഒരു പ്രധാനപ്പെട്ട ന്യൂനത തന്നെയാണ്. ഇപ്പം ബിയാൻ സിംഗിൻ്റെ, മുൻ മുഖ്യമന്ത്രിയായ ബിയാൻ സിംഗിൻ്റെ ചെറുമകനായുള്ള രവനീത് ബിട്ടു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയിൽ എത്തിയിരുന്നു. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം കുഴപ്പമില്ലാത്തൊരു ഓപ്ഷനാണ്. പക്ഷേ ഹർഭജൻ സിംഗിനെ പോലെയുള്ള ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഇപ്പം BJPയിലേക്ക് എത്തിയിരിക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള നേതാക്കളൊക്കെ BJPക്ക് ഗുണം ചെയ്യും. അങ്ങനെ കുറേ നേതാക്കൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് BJPയുടെ ഒരു സ്ട്രാറ്റജി. അതിനൊപ്പം തന്നെ പഞ്ചാബിൽ രവിദാസിയ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിൽക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രവിദാസിയ വിഭാഗക്കാരുമായിട്ട് തുടർച്ചയായിട്ട് ഔട്ട്റീച്ചൊക്കെ നടത്തിയിരുന്നു. രവിദാസിയ വിഭാഗത്തിൻ്റെ ആത്മീയ നേതാവായ സന്ത് നിരഞ്ജൻ ദാസുമായിട്ട് അദ്ദേഹം നല്ല ബന്ധമാണ് പുലർത്തുന്നത്. അദ്ദേഹത്തിന് പത്മശ്രീയൊക്കെ അടുത്ത കാലത്ത് ലഭിച്ചിരുന്നു. അതുമാത്രമല്ല ഈ വിഭാഗം എന്ന് പറയുന്നത്, രവിദാസിയ എന്ന് പറയുന്ന വിഭാഗം പഞ്ചാബിലെ, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് പഞ്ചാബിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ളൊരു ശക്തിയാണ്. ഇപ്പോൾ അവർ സിഖ് മതത്തിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊരു മതം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുകയാണ്. ദേര സച്ഖന്ദ് ഭലൻ എന്ന പേരിൽ. ആ രീതിയിൽ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്വാമി രവിദാസിൻ്റെ അനുയായികളാണ്. ആ ഒരു സോഷ്യൽ റിഫോമറൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായുള്ള ദളിത് സിഖുകാരാണ് ഈ പറയുന്ന രവിദാസിയ കമ്മ്യൂണിറ്റി. അവരിപ്പോൾ സിഖ് മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി ഒരു പ്രത്യേക വിഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ BJPക്ക് മുന്നേറാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പേരൊക്കെ രവിദാസിയ വിമാനത്താവളം എന്നൊക്കെ പ്രധാനമന്ത്രി മാറ്റിയിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു വിഭാഗമാണ് ഈ രവിദാസിയ കമ്മ്യൂണിറ്റി. അപ്പം BJPയുടെ പഞ്ചാബിലെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നഗര വോട്ടുകൾ പരമാവധി നേടുക, അതുകൂടാതെ തന്നെ ഈ ഗ്രാമീണ മേഖലയിൽ സിഖ് വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അതിനൊപ്പം തന്നെ ഈ രവിദാസിയ വിഭാഗക്കാരുടെ പിന്തുണ കൂടി നേടുക എന്നുള്ളതാണ്. പഞ്ചാബിലെ ഏതാണ്ട് 30% വരുന്ന ഒരു ജനവിഭാഗം ദളിതരാണ്. സിഖുകാർക്കിടയിൽ തന്നെ വലിയൊരു വിഭാഗം ദളിതരായിട്ടുള്ളൊരു വിഭാഗമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പരിഹരിച്ച് അവർക്കിടയിലേക്ക് വളരുക എന്നുള്ളതാണ് BJPയുടെ ഒരു സ്ട്രാറ്റജി. അപ്പം BJPക്ക് ഒരിക്കലും പറ്റാത്ത ഒരു മണ്ണാണ് പഞ്ചാബ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമായ സംസ്ഥാനമാണ്. ഒന്നാമത് അതിർത്തി സംസ്ഥാനമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ പഞ്ചാബ് കിട്ടാത്തത് BJPക്ക് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ
വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ ഇതും കൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ BJP സർവൈവ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. പഞ്ചാബ് ആണെങ്കിൽ ഏത് സംസ്ഥാനമാണെങ്കിലും BJP വിചാരിക്കുകയാണെങ്കിൽ അവർ പിടിച്ചിരിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ചരിത്രം. പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചതുഷ്കോണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ അകാലിദളുമായിട്ട് സഖ്യമില്ലെങ്കിൽ പോലും ഇപ്പം ഇലക്ഷന് ശേഷം ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ BJP കുറച്ച് സീറ്റുകളൊക്കെ നേടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അകാലിദളും BJPയും കൂടെ ചേർന്ന് ഭരിക്കാനുള്ള ഒരു സാധ്യതയും പാർട്ടിക്ക് മുമ്പിലുണ്ട് എന്നതാണ് ഒരു വസ്തുത. എന്തായാലും ഈ രാഘവ് ചദ്ദ ഇപ്പോൾ മലയാള മാധ്യമങ്ങൾക്കൊക്കെ വലിയ വില്ലനായി മാറിയിട്ടുണ്ട്. നേരത്തെ വലിയ ഹീറോ ആയിരുന്നു. പാർലമെൻറ്റിൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ജനോപകാരപ്രദമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. MP-മാരായാൽ ഇങ്ങനെ വേണം, യുവാക്കളുടെ ആസ്പിറേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന MP, ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ മലയാള മാധ്യമങ്ങളിൽ ഈ രാഘവ് ചദ്ദ എന്ന് പറയുന്ന യങ് MP-യെ കണ്ടിരുന്നത്. പക്ഷേ BJP-യിൽ എത്തിയതോടെ കൂടി ഇതെല്ലാം മാറിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ രാഘവ് ചദ്ദ ഒരു വില്ലനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇല്ലാത്ത കുറ്റങ്ങളില്ല, വരേണ്യവർഗത്തിൽപ്പെട്ട വ്യക്തിയാണ്, ഉന്നത കുലജാതനാണ്, അദ്ദേഹം വായിൽ വെള്ളിക്കരണ്ടിയുമായി ജീവിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടീശ്വരനാണ്, പരിണിതി ചോപ്രയുടെ ഭർത്താവാണ്, ബോളിവുഡ് താരപ്രഭയിൽ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് റൈറ്റപ്പുകളും പിന്നെ അതുകൂടാതെയുള്ള ആർട്ടിക്കിൾസൊക്കെയാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ രാഘവ് ചദ്ദയെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒറ്റയടിക്ക് BJP-യിൽ എത്തിയതോടുകൂടി ഈ സൽഗുണ സമ്പന്നനായ രാഘവ് ചദ്ദ ഒരു വില്ലനായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഉയർത്തിക്കാട്ടുകയാണ് ഇപ്പോൾ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രാഘവ് ചദ്ദയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ നല്ലൊരു സെലക്ഷൻ തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ദ റൈറ്റ് മാൻ ഇൻ ദ റോങ് പാർട്ടി എന്നാണ്. ഇനിയിപ്പോൾ ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പാർട്ടി എന്ന് പറയാൻ സാധിക്കും. കാരണം BJP ഇത്തരം MP-മാർക്ക്, ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഡൈനാമിക്കായുള്ള MP-മാർക്ക് പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. കാരണം മെറിറ്റോറിയസ് ആയിട്ട് എത്ര മുന്നോട്ട് വരാനും പറ്റുന്ന ഒരു സാഹചര്യം BJP-യിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ രാഘവ് ചദ്ദയ്ക്ക് BJP ആണ് ആവശ്യം, BJP-ക്കല്ല രാഘവ് ചദ്ദയെ വേണ്ടത്. അത് വരും ദിവസങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും.